നമസ്കാരം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ ഇവിടെ ഉയരുന്ന ഓരോ തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ ഉണ്ട്. അതായത് വലിയൊരു കോർപ്പറേറ്റ് മുതലാളിക്ക് കേരള ബി.ജെ.പി ഘടകത്തെ വിറ്റു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വലിയ വ്യവസായിയാണ്, അദ്ദേഹം കേരള ബി.ജെ.പിയെ വിഴുങ്ങി. അതുപോലെ സുരേന്ദ്രന്റെ കഴിവുകേട് കൊണ്ടാണ് ഇദ്ദേഹം കടന്നു വന്നത് തുടങ്ങി കുറെ കാര്യങ്ങൾ ഇങ്ങനെ സുഡാപ്പി ഗ്രൂപ്പുകളിലാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത്. രാഷ്ട്രീയമായി ഈ ആരോപണത്തെ കൃത്യമായി ബി.ജെ.പി അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 18-20 കൊല്ലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു വ്യവസായിയായി പോയി എന്നതുകൊണ്ട് അതൊരു പോരായ്മയൊന്നുമല്ല തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്തു. പിന്നെ കേരളത്തിൽ ബി.ജെ.പിയുടെ ഭാവിയെക്കുറിച്ച് 5-20 എത്തിക്കാമെങ്കിൽ 20, 25, 30, 50 എത്തിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ള കാര്യം ഈ സുഡാപ്പി കൂട്ടങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല. പതുക്കെ വളർന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ പതുക്കെ വളർന്ന് വന്ന ആ വൃക്ഷമാണ് വടവൃക്ഷമായി മാറുന്നത് എന്നത് പ്രിയപ്പെട്ട CPM, കോൺഗ്രസ്, അതുപോലെ തന്നെ SDPI നേതാക്കളെയും പ്രവർത്തകരെയും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം വൈറലാകുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന ഓരോ നുണകൾക്കുമുള്ള മറുപടി 15-ാം തീയതി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു മുനമ്പത്ത് നൽകും. നുണകൾക്ക് മേൽ നുണകൾ പറഞ്ഞ് ഇനിയും മുനമ്പം ജനതയെ വഞ്ചിക്കരുത്. പകരം അടിയന്തരമായി മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. നുണകളുടെ രാഷ്ട്രീയമല്ല, വികസിത കേരളമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന കൃത്യമായ ചോദ്യം ചോദിച്ചുകൊണ്ട്, കൃത്യമായ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ജനത വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ മുനമ്പത്തെ ജനതയെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടുത്തെ CPM-ലെയും പ്രാദേശിക CPM കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ക്രിസ്ത്യൻ ഭേദഗതി ബില്ല് വരും, ക്രിസ്തീയ ഭേദഗതി ബില്ല് വരും, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ CPM സൈബർ കമ്മ്യൂണിറ്റികളും എന്തിന് സർക്കാർ പ്രതിനിധികൾ വരെ പലപ്പോഴും ഇത്തരം നുണകൾ മുനമ്പത്തെ ജനതയെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നു. മുനമ്പത്തെ ജനത അവർക്ക് കാര്യങ്ങൾ അറിയാൻ കെൽപ്പുള്ളവരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ്. അവരെയൊക്കെ പറഞ്ഞു പറ്റിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കില്ല. അവർക്ക് കേരള സർക്കാർ ചെയ്തു കൊടുക്കേണ്ട റവന്യൂ സഹായങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരം ചൂണ്ടിക്കാട്ടലുകൾ ഇനിയും ഉണ്ടാകും. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല കൃത്യമായി തന്നെ ഇതുവരെ വഹിച്ച എല്ലാ വ്യക്തികളും നിർവഹിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കോർപ്പറേറ്റുകാരനായിരിക്കാം, വ്യവസായി ആയിരിക്കാം, ജൂപ്പിറ്റർ കമ്പനിയുടെ ഉടമയായിരിക്കാം, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാൻ ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. പക്ഷേ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്യേണ്ട ചുമതലകൾ, ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ഇടപെടേണ്ട വിഷയങ്ങൾ, ചൂണ്ടിക്കാട്ടേണ്ട കാര്യങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി ഇടപെടാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. രാഷ്ട്രീയ ധാർമ്മികത എന്താണ് എന്ന് രാജീവ് ചന്ദ്രശേഖരനെ ആരും പഠിപ്പിക്കേണ്ട. ഇതുവരെ ബി.ജെ.പിയുടെ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും ചെയ്തുകൊണ്ടിരുന്ന ചുമതലകൾ പൂർവാധികം ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യം ചൂണ്ടിക്കാട്ടാനാണ് അദ്ദേഹം ഈ ചോദിച്ച ചോദ്യങ്ങൾ. മുനമ്പത്തെ ജനതയെ നുണ പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും സർക്കാരും CPM-ഉം പറഞ്ഞു പറ്റിക്കുന്നു, പറഞ്ഞു വഞ്ചിക്കുന്നു, അതിന് ശ്രമിക്കുന്നു. അത് ശ്രമിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ബാക്കി കാര്യങ്ങൾ നോക്കാൻ കേന്ദ്ര സർക്കാരിന് അറിയാം എന്ന കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർജി ചൂണ്ടിക്കാട്ടിയത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.